പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എല്ലാ പുതുവത്സരവും പ്രത്യാശയുടെ പുത്തൻ കിരണവുമായിട്ടാണല്ലോ എത്തുന്നത്. കഴിഞ്ഞ വർഷം പ്രതിസന്ധി നേരിട്ടവർക്ക് ഈ വർഷം അതിനെ അതിജീവിക്കാൻ കഴിയട്ടെ. കഴിഞ്ഞ വർഷം വിധി ദുരന്തവും ദുഃഖവും ഒക്കെ സമ്മാനിച്ചവർക്ക് ഈ വർഷം സ്വാതന്ത്ര്യവും സന്തോഷവും ലഭിക്കട്ടെ. വലിയ വലിയ ഭാഗ്യവാന്മാർക്ക് ഹതഭാഗ്യരെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള സന്മനസ്സുണ്ടാകട്ടെ എന്നൊക്കെ നമുക്ക് പരസ്പരം ആശംസിക്കാം. അങ്ങനെ നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പുതുവത്സരത്തിൽ ഈ സന്ദർഭത്തിൽ ഞാൻ ചില പുതിയ കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം വിനയൻ്റെ ലോകം എന്ന രീതിയിലുള്ള ഈ വർത്തമാനം സത്യത്തിൽ വളരെ യാദൃശ്യമായിട്ട് വന്നതാണ്, പ്ലാൻ ചെയ്തതാണ്. ഞാൻ എൻ്റെ ഒരു ആത്മകഥ എഴുതണമെന്ന് ആഗ്രഹിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടെന്നുള്ള സിനിമയ്ക്ക് ശേഷം കുറച്ച് ലേറ്റായി, പുതിയ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കിലാണ്. എന്നാൽ പോലും അതിനിടയിൽ ഞാൻ ഈ ആത്മകഥയുടെ 2 അധ്യായം എഴുതി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്തുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും പ്രസക്തമായ, ഏറ്റവും പ്രധാനമായ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ നിങ്ങളടുത്ത് നേരിട്ട് നിന്ന് വർത്തമാനം പറഞ്ഞാൽ എന്താണ് തോന്നി. അങ്ങനെയാണ് ഈ വിനയൻ്റെ ലോകം എന്ന് പറഞ്ഞ പരിപാടിയായിട്ട് എത്തിയത്. നിങ്ങൾക്കറിയാം, എന്നെ ഒരു ചലച്ചിത്രകാരനായിട്ടാണ് എല്ലാവർക്കും കൂടുതൽ പരിചയവും അറിയപ്പെടുന്നത്. ഏതാണ്ട് 90കളിൽ തൊട്ട് ഞാൻ സിനിമാ ലോകത്തുണ്ട്. അതിനു മുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്നു. അതിനു മുമ്പുള്ള എൻ്റെ ഒരു ജീവിതമുണ്ട്, എൻ്റെ ഒരു നാടകരംഗത്തെ ആ കാലമുണ്ട്, എൻ്റെ വളരെ സ്ട്രഗിളും ഒത്തിരി ബുദ്ധിമുട്ടി എൻ്റെ ബാല്യവും കൗമാരവും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള എൻ്റെ കാര്യം കൂടി നിങ്ങളോട് പറയാം എന്ന് ഞാൻ ധരിച്ചു. സിനിമാ രംഗത്ത് ഞാൻ സത്യത്തിൽ എൻ്റെ വഴിയെ മാത്രം സഞ്ചരിച്ച ഒരു ചെറിയ ഫിലിം മേക്കറാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറേ പുത്തൻ ആശയങ്ങളോ ഫാൻറ്റസികളോ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. കുറേ പുതുമുഖങ്ങളെയൊക്കെ കൊണ്ടുവരാനായിട്ട് എൻ്റേതായ രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരി എനിക്കറിയാം, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് സിനിമാ രംഗത്ത് ഞാനുണ്ടാക്കിയ ചില കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കും. കാരണം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഈ തൊഴിലാളികൾക്ക് വേണ്ടി ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയതിന് ശേഷം 30 വർഷം കഴിഞ്ഞിട്ടാണ് 2006-2007 ഈ കേരളത്തിലെ സിനിമാ തൊഴിലാളികൾക്കും ടെക്നീഷ്യന്മാർക്കും വേണ്ടി ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. അത് സത്യത്തിൽ ഉണ്ടാക്കിയത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് തൊഴിലാളികൾക്ക് കിട്ടുന്ന ഒത്തിരി ആനുകൂല്യങ്ങൾ ഈ ട്രേഡ് യൂണിയൻ ഉണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് മദ്രാസിലെ ഞാൻ പോയി എന്താ പറയുക, എൻ്റെ ചില തമിഴ് പടം കാശിയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭാരതിരാജ സാറൊക്കെ വലിയ ഫംഗ്ഷന് ഇങ്ങനെ തൊഴിലാളികൾക്ക് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന സ്കോളർഷിപ്പും അത്തരം ഗ്രാൻറ്റും ഒക്കെ കൊടുക്കുന്ന ഒരു ഫംഗ്ഷന് പോയിട്ടാണ് തിരിച്ചറിവ് ഉണ്ടായത്. പക്ഷേ അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ ഇവിടെ ഉണ്ടാകുകയും അതിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആകുകയും ചെയ്തത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഒരു ഭാഷ പറഞ്ഞാൽ എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വത്തിനത് നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തെ ഒത്തിരി ബാധിച്ചു. പലരുടെയും ഒരു പ്രീതിയില്ലാത്ത, ചിലരുടെയൊക്കെ ശത്രുവായി പോയി ഞാൻ മാറേണ്ട അവസ്ഥയുണ്ടായി. ഒരു അസോസിയേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു സംഘടന ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ ചില രീതി മൂവ് ചെയ്തു. ആ മൂവ് ചെയ്തത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനാണെങ്കിൽ എൻ്റെ നിലപാടിൽ നിന്ന് മാറിയില്ല. എൻ്റെ കുഴപ്പമുണ്ടാകാം, ഞാൻ എൻ്റെ ഒരു നിലനിൽപ്പിനായിട്ട് ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ആ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ അതിനെതിരെ എൻ്റെ ഫൈറ്റ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ടൊരു ചലച്ചിത്രകാരൻ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ വിലക്കിയതിനെതിരെ ഞാൻ കേസ് പോവുക, അത് സുപ്രീം കോടതി വരെ പോയിട്ട് കേസ് വാദിക്കുക, അതിൽ ജയിച്ചു വന്നിട്ടൊരു സിനിമ ചെയ്യേണ്ടി വരുന്ന ഗതികേട്, ഇതൊക്കെ അനുഭവിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു ചർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതൊക്കെ ഇനി ഒത്തിരി സമയമുണ്ട്, ഞാനതൊക്കെ ആ സമയത്ത് പറയാം. ഒന്നേ ഉള്ളൂ എനിക്കെപ്പോഴും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ജീവിതമാണ്, വളരെ ചെറിയൊരു പീരീഡാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സാക്ഷിക്ക് നേരെന്ന് തോന്നുന്നതിന് വേണ്ടി ഒരു ഫൈറ്റ് ചെയ്യാം. മനുഷ്യൻ മൊത്തത്തിൽ ഒരു പോരാളിയാണ്, സംശയമില്ല. എപ്പോഴും ഫൈറ്റാണ് ജീവിതത്തോട്. അപ്പോൾ അത്തരം പോരാട്ടങ്ങളിൽ നമ്മുടെ ആശയങ്ങളോ അല്ലെ നമുക്ക് നേരെന്ന് തോന്നുന്നതിനോ വേണ്ടി നിന്നു നമ്മൾ.
അതെന്തെങ്കിലും കാര്യസത്യത്തിന് വേണ്ടി നമ്മളത് കോംപ്രമൈസ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും വലിയ സിനിമയിലെ മഹാമേരുക്കളോടെ ഏറ്റുമുട്ടാൻ പോയി ഇങ്ങനെ അടിമേടിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ ബാധിച്ചിട്ടില്ല എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ക്രിയേറ്റിവിറ്റിയെ മാത്രമല്ല, സ്വന്തം ജീവിതത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലൊരു ഉദ്യോഗം ഉണ്ടായിരുന്നു, എനിക്കറിയാം. അതൊക്കെ ഇട്ടിട്ട് വന്ന് സിനിമയിൽ വന്നിട്ട് വലിയ കുഴപ്പമില്ലാത്തൊക്കെയുള്ള പേര് ഇങ്ങനെയായിട്ട് പോകുന്ന സമയത്താണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വീഴുന്നത്. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിന് നേരെന്ന് തോന്നുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു നിലപാടല്ലേ. അല്ലെങ്കിൽ പിന്നെ ഒരു നായയെ പോലെ ജീവിച്ച് നമുക്ക് മരിക്കാം. എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും നിരാശയും ഒക്കെ ഉണ്ടാകാം. അതുപോലെയൊക്കെ തന്നെ എനിക്കുള്ളൂ. ഒത്തിരി സന്തോഷം ഉണ്ടായിട്ടുണ്ട്, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി നിരാശകളുണ്ട്. നമ്മൾ പ്രതീക്ഷയിലപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തവർ നമ്മളോട് പെരുമാറിയതിൻ്റെ ദുഃഖമുണ്ട്. എന്തിനേറെ ഞാൻ വിശ്വസിച്ച പ്രത്യയശാസ്ത്രങ്ങളിൽ പോലും പൊയ്മുഖമായിരുന്നോ എന്ന നിരാശയിട്ടുണ്ട്. പ്രത്യയശാസ്ത്രങ്ങൾ നടപ്പാക്കാൻ ഏർപ്പിച്ചിരുന്നവർ പൊയ്മുഖമാണോ ധരിച്ചിരുന്നതെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും. അപ്പം അത്തരം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് പക്ഷേ നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ. നമുക്ക് മുന്നോട്ട് തന്നെ പോയേ പറ്റത്തുള്ളൂ. കാരണം എന്തെല്ലാം മുന്നോട്ട് പോയില്ലെങ്കിലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ, ചിലപ്പോൾ കുറച്ച് വർഷങ്ങളോ അല്ലെ മാസങ്ങളോ കഴിയുമ്പോൾ നമ്മളും ഈ ഭൂമിയിൽ നിന്ന് മാറേണ്ടവരാണ്, മണ്ണിൽ ചേരേണ്ടവരാണ്. അപ്പോൾ ഈ പോരാട്ടത്തിൽ സസന്തോഷം, സധൈര്യം ഏത് പ്രതിസന്ധിയെയും നേരിട്ടുകൊണ്ട് മുന്നേറുക തന്നെയാണ് ആ ദൗത്യത്തിൻ്റെ ഒരു ധർമ്മം എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊക്കെ അങ്ങനെ തിരിക്കുന്നവരായിരിക്കും. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തെ നമ്മൾ നേരിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. എൻ്റെ അങ്ങനെയുള്ളൊരു വിനയൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, വിനയൻ്റെ ബാല്യം എന്തായിരുന്നു, വിനയൻ എവിടെയാണ് ജനിച്ചത്, വിനയൻ്റെ കൗമാരവും ബാല്യത്തിലും ഒക്കെ വിനയൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ അറിയാനായിട്ട് അതും കൂടി പറയണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ജനിച്ചത് കുട്ടനാട്ടിലെ ഒരു കുഗ്രാമം എന്ന് വിശേഷിപ്പിക്കാവുന്ന പുതുക്കരിയിലാണ്. എൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ ഏതാണ്ട് 60-70കളിലാണ്. അന്നാ നാട്ടിൽ ഞങ്ങൾക്ക് വള്ളവും ഈ ബോട്ട് സർവീസും അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല പോകാനായിട്ട്. ആലപ്പുഴയിലോ ചങ്ങനാശ്ശേരിയിലോ വരണം ഒരു നല്ല ആശുപത്രിയിൽ പോകണമെങ്കിൽ, അല്ലെ നല്ലൊരു ഹോട്ടലിൽ പോകണമെങ്കിൽ. ഞാനെൻ്റെ 5-6 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ ഭാര്യ എന്ന് പറയുന്ന സിനിമയാണ്. ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മയും അച്ഛനും കൂടി ഒരു വളരെ വള്ളത്തിൽ 3-4 മണിക്കൂർ ഊന്നിയിട്ട് വേണം എടത്വ എന്ന് പറയുന്ന സ്ഥലത്ത്, എടത്വ ബേബി തിയേറ്ററിൽ പോയത് കണ്ടത്. ഒരു സിനിമ എന്ന് കാണാൻ പോകുന്നത് ഒരു ദിവസത്തെ ഒരു ചടങ്ങാണ്. ഭക്ഷണമൊക്കെ വള്ളത്തിൽ കൊണ്ടുപോയി അവിടെ പോയി സിനിമ കണ്ടിട്ട് വന്ന് ഒരു 5 വയസ്സുകാലത്തെ ഉള്ള ആ ഓർമ്മ എനിക്കിന്ന് നല്ല പോലുണ്ട്. അത്ര ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചത്. പക്ഷേ കുഗ്രാമമാണെങ്കിലും കുട്ടനാടെന്ന് പറയുന്ന ആ സ്ഥലം അതിമനോഹരമായിരുന്നു. നിറഞ്ഞൊഴുകുന്ന പമ്പയാറും ആ പമ്പയാറിൻ്റെ കരയിൽ നോക്കത്താ ദൂരം നിൽക്കുന്ന വയലേലകളും പച്ചപ്പട്ട് വിരിച്ച പോലെ ആകാശം മുട്ട നിൽക്കുന്ന പച്ചപ്പട്ട് വിരിച്ച പരവതാനി പോലെ നിൽക്കുന്ന നെൽപ്പാടങ്ങളും അതിൻ്റെ ചിറയിൽ നിൽക്കുന്ന ചെന്തെങ്ങുകളും ഏത്തവാഴക്കുലകളും ഒക്കെ നിറഞ്ഞ നിഷ്കളങ്കരായ മനുഷ്യർ താമസിക്കുന്ന, കർഷക തൊഴിലാളികളും കർഷകരും ഒക്കെ ഇടത്തരം കർഷകരും ഒക്കെ താമസിക്കുന്ന ഒരു ഗ്രാമം. അങ്ങനെ ഒരു ഇടത്തരം കർഷക കുടുംബത്തിലാണ് ഞാൻ ഗോവിന്ദക്കുറുപ്പിൻ്റെയും ഭാരതിയമ്മയുടെയും മകനായിട്ട് ജനിച്ചത്. അവിടുത്തെ ആ ജീവിതം, അവിടെ ഞാനൊരു SSLC വരെ അവിടെ പഠിച്ചുള്ളൂ. മിത്രഗിരി സെൻറ്റ് സേവിയേഴ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. SSLC കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം പെങ്ങളുടെ കൂടെ എൻ്റെ മൂത്ത സിസ്റ്ററോട് അമ്പലപ്പുഴയിലായിരുന്നു. അക്കാലത്ത് ഞാൻ ചില കവിതകളും മറ്റും ആനുകാലികങ്ങളിൽ എഴുതിയിരുന്നത് വിനയൻ അമ്പലപ്പുഴ എന്നുള്ള പേരിലായി. SSLC വരെ പഠിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നു. പക്ഷേ എൻ്റെ കോളേജ് ജീവിതകാലത്ത് തന്നെ എൻ്റെ അമ്മ മരിച്ചു. പിന്നെ എൻ്റെ ജീവിതം അമ്പലപ്പുഴയിലായിരുന്നു. ഈ കുട്ടനാടിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ അടുത്ത ദിവസം ഞാൻ എൻ്റെ നാട്ടിൽ പോയിരുന്നു. 2-3 മാസം കൂടുമ്പോൾ ഞാൻ കുട്ടനാട്ടിൽ പോകാറുണ്ട്. കാരണം എനിക്ക് അവിടെ ഒരു ബന്ധമുണ്ട്. എൻ്റെ കുടുംബക്കാരും എൻ്റെ കുടുംബമൊക്കെ ഉള്ളതിനപ്പുറത്തേക്ക് എനിക്കൊരു ബന്ധമുള്ളത്
ഞാനവിടെ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട്. പലർക്കും അത്ഭുതമാണ്. വിനയൻ ക്ഷേത്രം പണിതും ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രം അവിടെ പുതുക്കി പണിയാനുള്ള ഒരു യോഗം എനിക്ക് വിധി തന്നിരുന്നു. അതെൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ ഉത്സവത്തിന് 2-3 മാസം കൂടുമ്പോഴും അവിടെ പോകാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ 99 എടുത്ത ആകാശഗംഗ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ കഥ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്ന ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു യക്ഷിയുടെ കഥയാണ്. അവിടുത്തെ ഏഴിലംപാലയിൽ ഒരു പ്രണയാർദ്രയും പ്രതികാരതുല്യമായ ഒരു യക്ഷി ഉണ്ടെന്നും ആ യക്ഷി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ കാരണവർ ഒരു ദാസിപ്പെണ്ണിനെ ചവിട്ടിക്കൊന്നെന്നും അവിടുത്തെ ചെറുപ്പക്കാരനായ കാരണവരുടെ മകനുമായിട്ടുള്ള പ്രണയബന്ധത്തിൻ്റെ എതിർപ്പ് മൂലം കൊന്നെന്നോടും പച്ചജീവനോടെ ചിതയിൽ വെച്ച് ആ സ്ത്രീയെ എന്നിട്ട് മരിച്ചില്ലായിരുന്നു, എരിച്ചെന്നും ആ ആത്മാവ് വലിയ ഒരു യക്ഷിയായിട്ട് അവിടെ ഉണ്ടായിരുന്നെന്നും പിന്നെ ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവരെ ആവാഹിച്ചിപ്പം കുലദേവതയായിട്ട് പോലും നമ്മളെ സംരക്ഷിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞു തന്ന ഒരു ഓർമ്മയുണ്ടായി. എൻ്റെ അമ്മയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇന്ന് ഞാനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണക്കാരി. അമ്മ കൊച്ചുനാളിൽ അമ്മ 7ാം ക്ലാസ് കാര്യമായിരുന്നു. അമ്മ എനിക്ക് രാമായണമോ ഭാഗവതമോ ഭാരതമോ ഒക്കെ വായിച്ചിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ, അതിൻ്റെ ആഖ്യാനങ്ങൾ ഒക്കെയാണ് ഇന്നും 2 വാക്ക് പറയാനോ ഒരു കഥ എഴുതാനോ ഒക്കെ എൻ്റെ ഉൾപ്രേരണയായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് അന്ന് വൈകുന്നേരങ്ങളിൽ ഇത് നാമം ജപിച്ചിട്ട് ഇതൊക്കെ കേട്ടതിന് ശേഷമേ ഭക്ഷണം പോലും തരത്തുള്ളായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞ കഥകൾ, അമ്മ പറഞ്ഞു തന്ന ഈ മുത്തശ്ശി കഥ പോലെ ഞാൻ കേട്ടിരുന്ന ഈ യക്ഷിക്കഥ, അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ 99 ഈ പറയുന്ന ആകാശഗംഗ എന്നുള്ള സിനിമ എടുക്കുന്നത്. ഞാൻ 90കളിൽ സിനിമ വന്നു. അതിനുശേഷം ശിപായലകള, മിസ്റ്റർ ക്ലീൻ, കല്യാണ സൗന്ദര്യം, ഇങ്ങനെ കുറേ സിനിമകൾക്ക് ശേഷമാണ് ഞാൻ ഈ 99 ഈ സിനിമ എടുക്കുന്നത്. ആ സിനിമ എടുക്കുമ്പോൾ സത്യത്തിൽ അത് ഒരു വെള്ള സാരി ഉടുത്ത യക്ഷിയുടെ കോമഡിയും ഭയവും ഒക്കെ നിറഞ്ഞൊരു കഥയായിരുന്നു. അന്ന് അത്തരം യക്ഷിയൊന്നും പോകത്തില്ല വിനയ എന്നോട് ഒത്തിരി സുഹൃത്തുക്കൾ പറഞ്ഞു. ഒരു നല്ല നിർമ്മാതാവിനെ കിട്ടാനായിട്ട് അന്ന് ഒത്തിരി പാടുപെട്ടു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാൻ ഈ എൻ്റെ വീട് വെക്കാനായിട്ട് ലോൺ സാങ്ഷനായ ആ ലോൺ പോലും എൻ്റെ ഭാര്യ നീന കാര്യത്തിൽ എൻ്റെ കൂടെ നിന്നു. ആ ലോൺ പോലും ഇതിനു വേണ്ടി മാറ്റിക്കൊണ്ട് ഞങ്ങളത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ. കാരണം എനിക്ക് വലിയ എൻ്റെ മനസ്സിന് വലിയ കോൺഫിഡൻസ് ആയിരുന്നു യക്ഷിക്കഥ സക്സസ് ആകും. അന്ന് ജോലി രാജിവെച്ചിട്ടില്ലായിരുന്നു. ജോലി അഥവാ പ്രശ്നമുണ്ടായാൽ തിരിച്ച് ജോലിക്ക് പോവാം, അങ്ങനെ പോലും. കാരണം അന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പൈസയൊന്നും നമ്മുടെ ഇല്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ആകാശഗംഗ തുടങ്ങിയെന്ന ആകാശഗംഗയിൽ അതിൻ്റെ ഒത്തിരി കഥകളുണ്ട്. ഞാൻ അതിലോട്ട് ഓരോ സിനിമകളെ പറ്റി പറഞ്ഞു വരുമ്പോൾ പറയാം. അങ്ങനെ ആകാശഗംഗ അന്ന് വലിയൊരു സൂപ്പർ ഹിറ്റായിട്ട് മാറി. ആകാശഗംഗയിൽ ഞാൻ കൊച്ചിലെ കണ്ടുവന്ന ചില ഞങ്ങളുടെ കുടുംബത്തെ ചില നർമ്മ കലർന്ന ചില കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തതല്ല, അതിനെ ആ രീതിയിൽ തന്നെ ഞാൻ ഡൈവേർട്ട് ചെയ്ത് കാണിക്കുകയായിരുന്നു. കാരണം എൻ്റെ കൊച്ചുനാളിൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞങ്ങളുടെ കുടുംബത്തിൽ കാരണവന്മാരുടെ ദേഹത്ത് അറുകുല വലിയച്ഛനും ചെറിയച്ഛനും ഒക്കെ കയറി തുടർന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ അതിലെ കുഞ്ഞമ്മ അത് കണക്കുള്ളവർ പെട്ടെന്ന് പിന്നെ തറ്റൊക്കെ എടുത്ത് വലിയ ഭയഭക്തിയോടെ വന്ന് ചോദിക്കും, അറുകുല വലിയച്ഛ അല്ലെങ്കിൽ ചെറിയച്ഛ, എൻ്റെ മകൻ നല്ലൊരു പഠിക്കുമോ ജയിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം അദ്ദേഹം പറയും ജയിക്കാനും ജയിക്കാതിരിക്കാനും ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞ് എൻ്റെ ഉത്തരവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട് അന്നൊരു ഭയത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. അതിൽ കൂടുതലൊരു ജിജ്ഞാസ ഉണ്ടായിരുന്നത് കാണാൻ. അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഈ സിനിമയിൽ ഇന്നസെൻ്റ് അറുകുല വലിയച്ഛനായിട്ടും ജഗദീഷ് ചെറിയച്ഛനായിട്ടും ഒക്കെ, പിന്നെ കൽപ്പനയുണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്, ഇവരൊക്കെ ഞാൻ അങ്ങനെ ഒരു ഹ്യൂമർ ലൈനിൽ അത് കൊണ്ടുവന്നു. അതിനോടൊപ്പം തന്നെ അതിശക്തമായിട്ട് യക്ഷിയുടെ ഭയം നിറഞ്ഞ സീക്വൻസും ഒക്കെ ഉണ്ടായിരുന്നുണ്ടായിരിക്കുമല്ലോ പടം ഓടിയത്. ഈ പടം ഓടി എനിക്കൊത്തിരി പൈസയൊക്കെ കിട്ടി. സത്യത്തിൽ ഞാനൊരു വലിയ വീട് വെച്ചു, ചെറിയ വീടായിരുന്നു പ്ലാൻ ചെയ്തത്. അതൊക്കെ ജീവിതത്തിൽ ഒന്നൊരു അന്നത്തെ ഒരു സന്തോഷം തന്നെയാണ്, സംശയമില്ല. പക്ഷെ അതിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അമ്മ മരിച്ചിട്ട് വർഷങ്ങളായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ എന്നോട് പറയുന്നു, ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു, പക്ഷെ നീ അത് ഭയങ്കര കോമഡിയിലാണല്ലോ,
അത് അവരെ അവതരിപ്പിച്ചത്. ബെന്നി പി നായരമ്പലമായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ്. ഈ കഥ ഇത്ര കോമഡിയിൽ അവതരിപ്പിക്കണമായിരുന്നു നീ എന്ന് അമ്മ പറയുന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ അതിനകത്ത് അമ്മയ്ക്കൊരു ദുഃഖമുണ്ട്. കാരണം അമ്മ അതിഭക്തയായിരുന്നു. ഞാനും ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും അത് അതിതീവ്രമായ അത്തരം ചിന്തകളോ അങ്ങനെയൊന്നുമുള്ള ഒരാളല്ല. ഈ അമ്മ അതിതീവ്രമായിട്ട് ഭക്തിയുടെ പാരമ്യത്തിലെത്തുന്ന അത്തരം ഒരു വിശ്വാസമുള്ള ആളാണ്. അമ്മയുടെ ആ ഒരു വിഷമം ഉണ്ടായിരിക്കുമെന്നുള്ള തോന്നലിൽ നിന്നാണ് ഞാൻ അക്കാലത്ത് അമ്മേനോട് പറയുമായിരുന്നു. പണ്ട് ഞങ്ങളുടെ കാവ് ഒരു വളരെ എന്താ പറയുക, വലിയ ഇലഞ്ഞിമരവും ഒക്കെയുള്ള വള്ളികളും ആൽത്തറയും ഒക്കെയുള്ള നമുക്കൊരു ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്ന കാവായിരുന്നെങ്കിലും അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കോവിലും അതൊരു പുനരുദ്ധരിക്കുക എന്നുള്ളൊരു ആഗ്രഹം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നോട് പറയുമായിരുന്നു, നീയൊക്കെ കാശുണ്ടാകുമ്പോൾ നിങ്ങൾ അത് നന്നാക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഓർമ്മ എന്നെ വല്ലാതെ മതിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രായശ്ചിത്തം എന്ന നിലയിൽ ആ അമ്പലം 99 പടം ഇറങ്ങിയത്, 2002 തോന്നുന്നു, ഞാനത് പുതുക്കിപ്പടുത്തു. അവിടെ എൻ്റെ തന്നെ ഒരു പിന്നെ ഡിസ്റ്റൻറ്റ് റിലേഷനിൽപ്പെട്ട ഒരു ചേട്ടനെ, ചന്ദ്രചേട്ടനെ ഏൽപ്പിച്ച് അതിൻ്റെ പൈസ കൊടുത്ത്. അദ്ദേഹം ഒരു വലിയ കോൺട്രാക്ടറായിരുന്നു. അദ്ദേഹം പിന്നെ വലിയ കോടീശ്വരനായ കോൺട്രാക്ടറായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ദേവീക്ഷേത്രം ഉള്ളതോടെയാണ് അദ്ദേഹം വലിയ ആളായത്. അദ്ദേഹം ചെറിയ കോൺട്രാക്ടറിൽ നിന്നും ഭയങ്കര കേരളത്തിലേക്ക് നമ്പർ 1 കോൺട്രാക്ടറായിട്ട് മാറുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു ഏകദേശം 20 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ചിലവിൽ ഞാനൊരു ക്ഷേത്രം പണിതു. അത് അവിടെ ഞാൻ എഴുതി വെച്ചു, ഭാരതീയമ്മയുടെ സ്മരണയ്ക്ക്. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മനസ്സിനൊരു സുഖം കിട്ടിയ ഒരു കാര്യമാണ്. ആ കുട്ടനാട്ടിലെ ജീവിതം എൻ്റെ അവിടുത്തെ ബാലജന സഖ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രവർത്തിച്ചത്, അവിടെ പ്രസംഗത്തിനും ഒക്കെ സമ്മാനം കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് പോയപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര വേദനാജനകമായൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്പലത്തിപ്പാല പോയത്. അപ്പം തിരുവേനി വരാൻ താമസിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങൾ താമസിച്ച കുടുംബം ഇപ്പോൾ എൻ്റെ തന്നെ ഒരു കസിൻ അത് വിലയ്ക്ക് മേടിച്ച് അദ്ദേഹത്തിൻ്റെ മോനാണ് താമസിക്കുന്നത്. വലിയ മാളികയും വലിയ വീടായി. അതിനപ്പുറമായിരുന്നു പുഴയുടെ പമ്പയാറിൻ്റെ തീരത്ത് കുഞ്ഞമ്മയുടെ വീട്. എൻ്റെ കുഞ്ഞമ്മയ്ക്ക് 4 മക്കളാണ്. ബാബുച്ചേട്ടൻ ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പം ആ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് ഞാൻ നടന്നപ്പം ആ വീടിൻ്റെ പുറയുള്ള പുഴയില്ല. ഒരു 100 മീറ്റർ വീതി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു 75 മീറ്ററെങ്കിലും ഉണ്ടായിരുന്ന ആ പുഴ കംപ്ലീറ്റ് വറ്റി വരണ്ട് കാക്കപ്പോള പിടിച്ച് കിടക്കുകയാണ് ആ പുഴ. അവിടെ ഒരു മലിന ജലത്തിൻ്റെ ഒരു വല്ലാത്ത സ്മെല്ല് പോലും ഉണ്ട്. എത്ര ഭയങ്കരമായിട്ട് കുത്തിയൊഴുകിയിരുന്ന പുഴയാണ്. വെള്ളപ്പൊക്കത്തിൽ ജൂൺ മാസങ്ങളിലൊക്കെ കിഴക്ക് മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ അതുവഴി ഇങ്ങനെ കുത്തിയൊഴുകുമായിരുന്നു. അന്നേരം വെള്ളത്തിനൊരു ചുമല നിറവായി. ആ കുത്തിയൊഴുക്കിൽ ഒഴുകി വരുന്ന തേങ്ങാക്കുലകൾ, തടിക്കഷണങ്ങൾ, ചിലപ്പോൾ ജീവനുള്ള ആട്ടും കുട്ടികൾ ഒഴുകുവരും കിഴക്കന്മാർ. അതൊക്കെ പിടിക്കാനായിട്ട് ഞാനും കുഞ്ഞമ്മയുടെ മോൻ ബാബുച്ചേട്ടനും കൂടി ഇറങ്ങി നീന്തി. ഞങ്ങളൊക്കെ നീന്താനായിട്ട് കൊച്ചുനാൾ തൊട്ട് അക്കാര്യത്തിൽ എക്സ്പെർട്ടാണ്. കാരണം അവിടെ വെള്ളത്തിലല്ലേ ജനിച്ചത്. അപ്പോൾ അതൊക്കെ നീന്തി എടുത്തതൊക്കെ എൻ്റെ ഓർമ്മകളിൽ വന്നു. അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണല്ലോ. ആ പുഴ ഇപ്പോൾ വറ്റി വരണ്ട് കാക്കപ്പോള പിടിച്ച് കിടക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റോഡിൻ്റെ പുരോഗമനം വന്നു, പക്ഷെ നാടിൻ്റെ ഭംഗി പോയി. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യുന്നൊരു അവസ്ഥ എന്തുകൊണ്ട് ഈ ഭരണാധികാരികൾ അന്ന് ചിന്തിച്ചില്ല? അതാണല്ലോ നമ്മൾ പറയുന്നത് ദീർഘവീക്ഷണം, അല്ലെങ്കിൽ അത്തരം ഭാവനകൾ എന്നൊക്കെ പറയും. ഞാനങ്ങനെ നോക്കി നിൽക്കുമ്പം എനിക്കുണ്ടായ ഒരു കാര്യം ഞാൻ പറയട്ടെ. നോക്കി നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ഈ കാക്കപ്പോളം എന്ന് പറഞ്ഞാൽ ഈ പുഴ പെട്ടെന്ന് മാറി, നമ്മൾ സിനിമയിലൊക്കെ ഡിസോൾവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കാണിക്കുന്നതൊക്കെ അവിടെ വലിയ ആ പുഴയായിട്ട് മാറുന്നു. ഒരു വലിയ നീളമുള്ള ഫ്ലൈയിങ് സോസർ, 10-70 അടി നീളമുള്ള ഒരു വലിയ യാത്രാ ബോട്ടുണ്ട്. യാത്രാ ഞങ്ങൾ സ്കൂളിൽ പോകാനായിട്ട്. അത് വലിയ കാശുകാരൊക്കെ പിള്ളേർ ഡെയിലി അതിലായിരിക്കും പോകുന്നത്. ഞങ്ങളൊക്കെ വല്ലപ്പോഴും പോകുമായിരിക്കും. ആ ബോട്ടിങ്ങനെ വരുന്നു. ആ ബോട്ട് ഇങ്ങനെ വരുമ്പം അവിടെ വന്ന് കുഞ്ഞമ്മയുടെ വീടിൻ്റെ മുന്നിൽ ആ വലിയ കല്ലുകൾ പാകിയ കടമുണ്ട്. വലിയ കല്ലെന്ന് പറഞ്ഞാൽ വലിയ 10 അടി നീളവും 5 അടി വീതിയൊക്കെയുള്ള സിംഗിൾ ലെയറിലുള്ള കല്ലൊക്കെ പാകിയ വലിയ കടമുണ്ട്. ആ കടവിൽ നോക്കി നിൽക്കുന്നതും ആ ബോട്ടിലിരുന്ന് ഒരു ഫ്രോക്കൊക്കെ ഇട്ട ഒരു 12 വയസ്സുകാരി സുന്ദരി പെണ്ണ് ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നതും ഞാൻ കണ്ടു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓർമ്മകളാണല്ലോ, 50 വർഷം മുമ്പുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഓർമ്മകൾ.
ഒരു അങ്ങനെ ഒരു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു പ്രണയം എന്നൊക്കെ പറയാം. ഒരു 12 വയസ്സുകാരി, എനിക്കിന്ന് 13 വയസ്സ് ഉള്ള കാലത്ത്. അത് അവരെ ഞാനിപ്പോൾ എന്താ മേരിക്കുട്ടി എന്ന് വിളിക്കാം. സത്യത്തിൽ ആ മേരിക്കുട്ടിയല്ല, മേരിക്കുട്ടി ആ യഥാർത്ഥ കഥാപാത്രം സുഖമായിട്ട് കുടുംബജീവിതം നയിക്കുകയാണ്. അപ്പം അത് കുറേ നാൾ അത്തരം അന്നത്തെ കാലത്തൊക്കെ ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അതിന് പേടിയാണ്. ഞാൻ സത്യത്തിൽ ഈ 13 വയസ്സുകാരിയോട് നേരിട്ട് സംസാരിച്ചത് 1-2 വാക്കേ ഉള്ളൂ. ദൂരെ അക്കരെ പിന്നെ ഈ പുഴയുടെ അക്കരത്തെ വരമ്പത്തോട് പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ കണ്ടതോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചൊന്ന് ചിരിച്ചതോ, അത് അത്തരം കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ മനസ്സിലെവിടെയോ സൂക്ഷിച്ച കൊച്ചുനാളിലത്തെ ഒരു പ്രണയം. പിന്നെ ഞാൻ ഈ എൻ്റെ ജീവിതം അമ്പലപ്പുഴയിലോട്ട് പറിച്ചു നട്ടപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത് നിഷ്കളങ്കമായിരുന്നു ജീവിതം. അങ്ങനെ ഒരു ഗ്രാമമായിരുന്നു അത്. ആ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അവിടുത്തെ കർഷക തൊഴിലാളികളുടെ ഇടയിൽ അവിടെയൊക്കെയാണല്ലോ ഈ ആദ്യകാല 57-കളിലും 67-കളിലും ഒക്കെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസമൊക്കെ വന്നത്. ജീവിതത്തിൻ്റെ ഒത്തിരി പ്രാരാബ്ധം അനുഭവിക്കുന്ന മിച്ചമുടി സമരം, അത്തരം സമരങ്ങളൊക്കെ ആദ്യമായിട്ട് വന്ന അവിടെയാണ്. അവിടെ ഒരു ഗതിയുമില്ലായിരുന്ന പലരും ഈ പറയുന്ന ഈ മിച്ചഭൂമി സമരത്തിലൂടെയൊക്കെ ഒരു വസ്തുക്കളുടെ ഉടമസ്ഥരൊക്കെ ആയി മാറി. പക്ഷേ ആ മാറിയപ്പോൾ അത് വേണ്ട രീതിയിലായിരുന്നില്ല ആ മാറ്റങ്ങൾ. ആ നാടിന് വലിയ ഗുണം കിട്ടുന്ന രീതിയിലായിരുന്നില്ല ആ മാറ്റങ്ങൾ എന്നൊക്കെ ഇന്നും വിമർശനമുള്ള ഒരാളാണ് ഞാൻ. അത്തരം ഒരു ഗ്രാമത്തിൽ നിന്നും ഈ തൊഴിലാളികളുടെ ധൈര്യവും അവരുടെ ഒരു പോരാട്ടവും ഒക്കെ കണ്ടു വളർന്ന പട്ടിണിയിൽ കഴിഞ്ഞ ഒരു വിഭാഗത്തിനിടയ്ക്ക് അന്ന് 60-കളിലൊക്കെ അങ്ങനെയായിരുന്നു. എൻ്റെ ബാല്യത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, ചെറുമ്മമാരെന്നൊക്കെ പറയുന്നത് പുലിയ വിഭാഗത്തിലൊക്കെ പെട്ടവർ ഒത്തിരി സ്ട്രഗിൾ അവരനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം ഒരു ചെറുമനിൽ നിന്നാണ് ഞാൻ കരിമാടിക്കുട്ടൻ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രത്തെ കണ്ടെടുത്തത്. എൻ്റെ നാടിൻ്റെ ഒരു ഭംഗി കവാലത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്, കുട്ടനാട്ടിൽ തന്നെ. അത് ഞാൻ കുറച്ചൊക്കെ അതിനകത്ത് വരച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ രസകരമായ കാര്യങ്ങളുമായിട്ട് ഞാൻ പുറകെ വരാം. ഞാൻ സമയം കൂടുതലായതുകൊണ്ട് നിർത്തുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ നർമ്മവും ജിജ്ഞാസയും എൻ്റെ പോരാട്ടവും ഒക്കെ നിങ്ങളടുത്ത് പറയാനുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. താങ്ക് യു.